നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇറ്റ്സ് എ കോമൺ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. ഇറ്റ് അഫക്ട്സ് ബോത്ത് ചിൽഡ്രൻ ആൻഡ് അഡൽട്സ്. ADHD ഉള്ള ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റും അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റും ഒരു ഇമ്പൾസീവ്നെസ്സും ആയിരിക്കും. അപ്പോൾ ADHD എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോമൺ ചൈൽഡ്ഹുഡ് ബ്രെയിൻ ഡിസോർഡറാണ്. അവർക്ക് ഒരു ഓൺഗോയിങ് പാറ്റേൺ ഉണ്ടാവും. അവർക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇതെല്ലാം അവരുടെ ഡെയിലി ഫങ്ഷനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു അവസ്ഥ. സാധാരണ കുട്ടികളിലും വളരെ റെയറായി മുതിർന്നവരിലും കണ്ടുവരുന്ന ഒരു നെർവസ് സിസ്റ്റം ഡെവലപ്മെൻറ്റായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് ADHD എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഅറ്റൻഷൻ, ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് ADHDയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഅറ്റൻഷൻ, ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാനാവാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇമ്പൾസിവിറ്റി, ക്ഷമയോ ആലോചനയോ ഇല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നൊരു രീതിയാണ് ഇമ്പൾസിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഹൈപ്പർ ആക്ടിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതെ എപ്പോഴും ഓടി നടക്കുന്ന ഒരു നേച്ചർ, അല്ലെങ്കിൽ എപ്പോഴും ഒരു ബോഡി മൂവ്മെൻറ്റ്സ് വരുന്നൊരു അവസ്ഥ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എന്തെല്ലാം കാരണങ്ങളാണ് ഈ ADHDക്ക്? വാട്ട് കോസസ് ഓഫ് ADHD എന്നെനിക്ക് പറയാം. ഒന്ന്, ജെനറ്റിക്സ്. ADHD ഓഫ്റ്റൻ runs in families indicating a genetic link. എപ്പോഴും ഒരു ഏതെങ്കിലും ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ ഒരു ജനറ്റിക് ലിങ്ക് എന്തായാലും ADHDക്ക് ഉണ്ട് എന്നുള്ളതാണ്. സ്പെസിഫിക് ജീൻസ് റിലേറ്റഡ് ടു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റെഗുലേഷൻ മേ കോൺട്രിബ്യൂട്ട് എന്നുള്ളതാണ്. ADHD ഉണ്ടാകുന്നതിന് ജനറ്റിക്കൽ ഫാക്ടേഴ്സിന് ഒരു പ്രധാന പങ്കുണ്ട് എന്ന് കരുതപ്പെടാറുണ്ട്. തലച്ചോറിലെ കോശങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോപാമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇംബാലൻസ് ഒരു പ്രധാന കാരണമായിട്ട് കണക്കാക്കുന്നു. അടുത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഡിഫറൻസസ് ഇൻ ദ ബ്രെയിൻ സ്ട്രക്ചർ എസ്പെഷ്യലി ഇൻ ദ ഫ്രണ്ടൽ ലോബ് ആർ നോട്ടഡ് ഇൻ പീപ്പിൾ വിത്ത് ADHD എന്നുള്ളതാണ്. ഇംബാലൻസസ് ന്യൂറോ ട്രാൻസ്മിറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്പാമിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും ഒക്കെ ഒരു ഇംബാലൻസസും ഇതിനൊരു കാരണമാവാറുണ്ട് എന്നുള്ളതാണ്. ഈ ബ്രെയിൻ സ്ട്രക്ചറും ഫങ്ഷൻസും അല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സാണ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രീനേറ്റൽ എക്സ്പോഷർ ടു ടോക്സിൻസ് സച്ച് ആൽക്കഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. ജനിതകപരമായിട്ടുള്ള ഘടകങ്ങൾക്ക് പുറമെ തലച്ചോറിൽ വരുന്ന ഇഞ്ചുറീസ്, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള ശൈശവാവസ്ഥയിലോ ടോക്സിൻസ് അല്ലെങ്കിൽ ലെഡ് പോലെയുള്ള വിഷവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ പ്രീമെച്യൂർ ബർത്ത്, അല്ലെങ്കിൽ ജനന സമയത്ത് കുറഞ്ഞ ശരീരഭാരം, പ്രീമെച്യൂർ ബേബി, പ്രഗ്നൻസി ടൈമിലുള്ള അമ്മയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആൽക്കഹോൾ യൂസേജോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ശൈശവകാലത്തെ പോഷകാഹാരക്കുറവ് എന്നിവയൊക്കെ ADHDക്ക് കാരണമാകുന്ന ചില കാരണങ്ങളാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ADHD എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒന്ന്, ശ്രദ്ധക്കുറവ്, ഇൻഅറ്റൻഷൻ. അത് നമുക്ക് എപ്പോഴും കണ്ടെത്താവുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു സിംറ്റമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പഠനത്തിലും പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ കളിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന അശ്രദ്ധ മൂലമുള്ള തെറ്റുകൾ സ്ഥിരമായിട്ട് വരുത്തുക എന്നുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ മനഃപൂർവ്വം തെറ്റുകൾ വരുത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരവസ്ഥ. നേരിട്ട് സംസാരിക്കുന്നവരെ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പോലും അത് പാലിക്കാതിരിക്കുക, നമ്മുടെ മുഖത്ത് നോക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കാതിരിക്കുക. ഉദാഹരണത്തിന് ബുക്സ്, പെൻസിൽ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയൊക്കെ സ്ഥിരമായിട്ട് നഷ്ടപ്പെട്ടു പോവുക, മറവി, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഇതൊക്കെ ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഡിഫിക്കൽട്ടി സ്റ്റേയിങ് ഫോക്കസ്ഡ് ഓൺ ടാസ്ക് ഓർ പ്ലേയിങ് ആക്ടിവിറ്റീസ്. വളരെ നമ്മളോട് ചോദിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. കെയർലെസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക, സ്കൂൾ ഹോംവർക്കുകളിലൊക്കെ പലപ്പോഴും മിസ്റ്റേക്സ് വരുത്തുക,
അപ്പിയറിങ് നോട്ട് ടു ലിസൺ വെൻ സ്പോക്കൺ ടു ഡയറക്ട്ലി. നമ്മൾ ഡയറക്റ്റ്ലി സംസാരിച്ചാലും ചിലപ്പോൾ നമ്മൾ കേൾക്കാറേ ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കുന്ന ഇത്. നമ്മളൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലും ദി ഫൈൻഡ് വെരി ഡിഫിക്കൾട്ട് ടു ഓർഗനൈസിങ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. അവോയ്ഡിങ് ടാസ്ക് ദറ്റ് റിക്വയർഡ് സസ്റ്റെയിൻഡ് മെൻ്റൽ എഫേർട്ട്. വളരെ മാനസികമായിട്ട് കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും അവർ ഒഴിവാക്കുന്ന ഒരവസ്ഥ. ഫ്രീക്വൻ്റ്ലി ലൂസിങ് തിങ്സ് നീഡഡ് ഫോർ ടാസ്ക്. ചിലപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഴുതാനായിട്ട് നമ്മളൊരു കുട്ടിയെ ഇരുത്തുമ്പോൾ അവൻ ആദ്യം കളയുന്നത് ബുക്ക് എടുത്തിട്ട് പെന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പെന്നെടുത്തിട്ട് ആ സബ്ജക്റ്റ് ബുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈസിലി ഡിസ്ട്രാക്റ്റഡ് ബൈ അൺറിലേറ്റഡ് സ്റ്റിമുലൈ. നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സമയത്തായിരിക്കും ചെറിയൊരു ഡിസ്ട്രാക്ഷൻ്റെ പേരിൽ ചിലപ്പോൾ ശ്രദ്ധ പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുക. എപ്പോഴും ഒരു ഓഫ്റ്റൻ ഫോർഗെറ്റ്ഫുൾ ഇൻ ഡെയിലി ആക്ടിവിറ്റീസ്, എപ്പോഴും മറന്നുപോയി, എനിക്കറിയില്ല എന്നുള്ളൊരു എക്സ്ക്യൂസസ് വരിക. ഇതൊക്കെ ഇൻഅറ്റൻഷൻ കാറ്റഗറിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. സെക്കൻഡ് ഇസ് ഹൈപ്പർ ആക്ടിവിറ്റി. അമിതമായ സംസാരം, ചിന്തിക്കാതെയുള്ള പ്രവൃത്തികൾ, അമിതമായ ശാരീരിക ചലനം, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സംഭാഷണമൊക്കെ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ കോൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ഇൻ്റർമീഡിയേറ്റ് ചെയ്യുക. ശാന്തമായി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുക. നമ്മളൊന്ന് സോഫയിലേക്ക് ഇരിക്കാൻ തുടങ്ങിയാൽ അവരുടെ കാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിടപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർക്കൊരു സ്ഥലത്ത് ഇരിക്കാനോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രീതിയിൽ കാണിക്കാം. അതൊരു അഡൾട്ടാണെങ്കിൽ അവരുടെ കാല് ഒരു മൂവ്മെൻറ്റ്സോട് കൂടി തന്നെ അവർ ഇരിക്കുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ് മുറിയിൽ ദീർഘനേരം ഇരിക്കാൻ സാധിക്കാതെ എഴുന്നേറ്റ് നടക്കുക, കളികൾക്കിടയിൽ അമിതമായിട്ട് ഓടുക, ആവശ്യത്തിലധികം അവർ എനർജി കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. അമിതമായിട്ട് ഓളിയിടുക, അല്ലെങ്കിൽ ശബ്ദം വയ്ക്കുക, കൈകളോ കാലുകളോ വിറയ്ക്കുന്നതോ തട്ടുക, അല്ലെങ്കിൽ ഒരു ടാപ്പിംഗ് ഹാൻഡ്സ്, ഫീറ്റ്, ഫിഡ്ജിറ്റിംഗ്, ഇതെല്ലാം ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്ന സിംറ്റംസ് ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കാതെ തന്നെ എവിടെയെങ്കിലും ഓടുക, ചാടുക, ക്ലൈംബിങ് ഇൻ അപ്രോപ്രിയേറ്റ് സെറ്റിങ്സ്, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മുതിർന്നവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ടേബിളിൽ നിന്ന് താഴേക്ക് ചാടുക, അല്ലെങ്കിൽ ജനലിൽ പിടിച്ചു കയറുക. ഇറ്റ്സ് ലൈക്ക് ദേ സീക്ക് യുവർ അറ്റൻഷൻ. ഇന്നെബിലിറ്റി ടു പ്ലേ ക്വയറ്റ്ലി. അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദേ സീക്ക് യുവർ അറ്റൻഷൻ ആൻഡ് ദേ ജംപ് ഫ്രം വൺ ടു അനദർ തിങ് എന്നുള്ളതാണ്. ദ തേർഡ് ഈസ് ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചോദ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചാടിക്കയറി മറുപടി പറയുക. സ്വന്തം ഒരു അവസരത്തിനായി കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല. ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV ഇവിടെ ഇരിക്കുകയാണെങ്കിലും മണിക്കൂറുകളോളം ഇരിക്കുക, എന്നാലും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എക്സസീവ് ടോക്കിംഗ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി വെയിറ്റിംഗ് ഫോർ ദെയർ ടേൺ. നമ്മളിപ്പോൾ വേറൊരാൾക്ക് കൊടുത്തിട്ടാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ആ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഒരു ADHD ഉള്ള ഒരു കുട്ടി നമുക്ക് കാണിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു രോഗനിർണയം അല്ലെങ്കിൽ നേരത്തെ ലഭിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൊണ്ടിട്ട് ADHD ഫലപ്രദമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയുമുണ്ട്. അതല്ലാതെ ചിലപ്പോൾ ഒരു സൈക്കോതെറപ്പിയോ കൗൺസിലിങ്ങോ എന്നിവയിലൂടെയും ഈ ഒരു ADHDയെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇതൊരു പ്രോപ്പർ ഡയഗ്നോസിലേക്ക് പോവാറില്ല എന്നുള്ളതാണ്. നമ്മൾ ടാഗ് ചെയ്യാറുണ്ട്, ഇവൻ ഭയങ്കര ഹൈപ്പറാണ്, ഇവന് ശ്രദ്ധയില്ല എന്നുള്ളതല്ലാതെ നമ്മൾ ആ കുട്ടിയെ പലപ്പോഴും അടിക്കുക, അല്ലെങ്കിൽ ഒരു ഹാർഷായിട്ടുള്ള കണ്ടീഷനിങ്ങിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതല്ലാതെ, പണിഷ് ചെയ്യുന്നതല്ലാതെ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന അഡൾട്ട്സിനോ ADHD ഉണ്ടോ എന്ന് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. താങ്ക് യു.